നമ്മൾ ആദ്യം പോകുന്നത് പാലക്കാടാണ്. അവിടെ കൊഴിഞ്ഞാമ്പാറയിലാണ് വലിയ വിമത നീക്കമൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ഈ നീക്കങ്ങൾക്കിടയിലൊക്കെ ഒരു അനുനയ നീക്കം നടത്തുകയാണ് CPM. വിമതരെയൊക്കെ തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ചർച്ചകൾ നടന്നു. അതേസമയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമതർ. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഒടുവിൽ വഴങ്ങുകയാണ് CPM. വിമതരെയൊക്കെ തിരിച്ചു വിളിക്കുകയാണ്. എങ്ങനെയാണ് വിമതരുടെ നിലപാട്? എന്താണ്? തിരിച്ചു പോവോ? ഈ സമ്മേളനത്തിന്റെ CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനം തൊട്ടാണ് ഈ കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടന്നപ്പോൾ അത് രൂക്ഷമാവുകയും പിന്നീട് ഒരു വിഭാഗം കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ്, മുൻ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവരുമായി ഒരു ചർച്ചയും ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വിമതർ കൂടുതൽ സമാന്തര പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു അനുനയ ചർച്ച തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. CPM വിമതർ അവർ സമാന്തര ഓഫീസ് തുടങ്ങി. പിന്നീട് തൊട്ട് പിന്നാലെ തന്നെ DYFIയുടെ സമാന്തര പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൊഴിഞ്ഞാമ്പാറയിൽ നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രകടനവും പിന്നീട് കൺവെൻഷനും എല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സജീവമായിട്ടുള്ളത്. ഒരു മധ്യസ്ഥൻ മുഖേന പാർട്ടിയുമായി ബന്ധമുള്ള ഒരു മധ്യസ്ഥനെ ഇടനിർത്തിക്കൊണ്ട് കൂടിയാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇതിനകത്ത് ഇവരുമായി ചർച്ചകൾ നടത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ വിമതർ ഉന്നയിച്ചിട്ടുള്ളത് കൊഴിഞ്ഞാമ്പാറ 1, അവിടെ 2 ലോക്കൽ കമ്മിറ്റികളാണുള്ളത്. കൊഴിഞ്ഞാമ്പാറ 1 ലോക്കൽ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിട്ടുള്ള അരുൺ പ്രസാദ്, ഇദ്ദേഹം മുൻപ് കോൺഗ്രസിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ലോക്കൽ സെക്രട്ടറി ആക്കിയതായിരുന്നു ഇവരുടെ പ്രതിഷേധം. അരുൺ പ്രസാദിനെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ വിമതർ ഉറച്ചു നിൽക്കുകയാണ്. ഈ നിലപാടുമായി അതിൽ ഒരു മാറ്റവും നിലവിൽ വരുത്തുന്നില്ല എന്നതുകൂടി ഇവർ പറയുന്നുണ്ട്. എന്തായാലും അനുനയ ചർച്ചകൾ തുടക്കം കുറിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായി കാണേണ്ടത്. ഒരു തരത്തിലും ചർച്ച നടത്തില്ല എന്ന് പറയുന്നിടത്തു നിന്നും ഇവരുമായി അനുനയത്തിന് CPM മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. ശരി ശരി പ്രസാദ്.